പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സ്നേഹാദരങ്ങളായ സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 164 വചനത്തിൽ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ദൃഷ്ടാന്തങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയ ഏതാനും ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ പഠിക്കുകയുണ്ടായത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ എന്ന ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുന്നതിനെയാണ് വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാഇൻ എന്നിടത്ത് ഉദ്ദേശമെന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാണ് അതിൽ ദൃഷ്ടാന്തങ്ങളെന്ന ഏതാനും വിഷയങ്ങളും മനസ്സിലാക്കുകയുണ്ടായി. ആയത്തിലെ ചില പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ചിലത് ഇനിയും നമുക്ക് പഠിക്കാനിരിക്കുന്നു. നമ്മൾ മുമ്പ് ഈ സൂറത്ത് പഠിക്കവേ തന്നെ സമ എന്ന പ്രയോഗം രണ്ടിടത്ത് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഔ കസയ്യിബിൻ മിനസ്സമാഇ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ, മറ്റൊന്ന് അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും എന്ന ആയത്ത് വിശദീകരിക്കവേ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധ്യനാണ്. അവൻ്റെ ഉലുഹിയത്തിന്, ഇബാദത്തിന് തെളിവായി അവൻ്റെ റുബൂബിയത്ത്, രക്ഷാകർതൃത്വത്തിൻ്റെ വിഷയങ്ങൾ എന്നവയാണ് ഈ ഒരു വിഷയം പഠിക്കുകയുണ്ടായത്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ, അല്ലാഹു ഭൂമിയെ വിരിപ്പ് ആക്കിയവനാകുന്നു. വസ്സമാഅ ബിനാഅ, സമാഇനെ ബിനാഉം, സമാ എടുപ്പാണ്, മേൽപ്പുരയുമാണ്. സഖ്ഫൻ മഹ്ഫൂദ എന്നാണ് ഈ സമാഇനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ മറ്റിടത്ത് വിശേഷണം വന്നത്. സുരക്ഷിതമാക്കപ്പെട്ട, സംരക്ഷിക്കപ്പെട്ട സഖ്ഫ്, മേൽക്കൂര എന്ന്. അപ്പോൾ സമാ അവിടെ മേൽക്കൂര എന്ന അർത്ഥത്തിൽ വന്നത് നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് വഅൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, സമായിൽ നിന്ന് അവൻ മഴയെ അവതരിപ്പിച്ചു, ആ മഴ മുഖാന്തരം നിങ്ങൾക്ക് അന്നമായി ഫലങ്ങളെയും പഴങ്ങളെയും ഉൽപ്പന്നങ്ങളെയും ഒക്കെ ഉൽപ്പാദിപ്പിച്ചു. ഇവിടെ രണ്ടിടത്ത് സമ എന്ന് പറഞ്ഞു. ഒന്ന് മേൽക്കൂര, മറ്റൊന്ന് ഉപരിഭാഗം എങ്കിൽ കാർമേഘം എന്നൊക്കെ അർത്ഥത്തിലാണ്. നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാഇൻ എന്നിടത്ത് മിനസ്സമാ എന്നത് രണ്ടാമത് പറഞ്ഞ, അഥവാ സൂറത്തുൽ ബഖറയിലെ 22-ാം വചനത്തിൽ രണ്ടാമത് പറഞ്ഞ സമ ആണ് ഉദ്ദേശം. ഒന്നാമത് പറഞ്ഞ സമ അത് ശക്തമായ മേൽക്കൂരയാണ്, സുരക്ഷിതമായ മേൽപ്പുരയാണ്. യാതൊരു തൂണുകളും താങ്ങുകളുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി നിർമ്മിച്ച ഈ അഖിലാണ്ട ലോകത്തിൻ്റെ അതിൽ കമഴ്ത്തി വെക്കപ്പെട്ട മേൽക്കൂരയാണ്. അതിൽ നിന്നല്ല മഴ വരുന്നത് ആ മേൽക്കൂരക്കും ഭൂമിക്കുമിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച, സൃഷ്ടിച്ച മുഖിലുകളിൽ നിന്നാണ്. മേൽഭാഗം, മുഖിലുകൾ എന്നൊക്കെ അർത്ഥമാണ് ഇവിടെ പറയപ്പെട്ട വമാ അൻസലല്ലാഹു മിനസ്സമാ എന്നിടത്ത് സമാഇൻ്റെ ഉദ്ദേശം. മുഖിലുകളിൽ നിന്നാണ് മഴ അല്ലാഹു അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറയുകയുണ്ടായി. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, മുഅ്സിറാത്തിൽ നിന്ന് അഥവാ കാർമുഖിലുകളിൽ നിന്ന്, മാഅൻ സജ്ജാജ കുത്തിയൊഴുകുന്ന മഴവെള്ളത്തെ നാം അവതരിപ്പിക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങൾ പാനം ചെയ്യുന്നതായ വെള്ളം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ?
നിങ്ങളാണോ അതിനെ മുസ്നിൽ നിന്ന്, മുസ്ൻ എന്ന് പറഞ്ഞാൽ കാർമുകിലുകളാണ്, അവതരിപ്പിച്ചത്, അതല്ല നാം ആണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അപ്പോൾ കാർമുകിലുകളിൽ നിന്നാണ് മഴ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പലയിടത്ത് പറഞ്ഞു. അപ്പോൾ ഇവിടെ വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാഇൻ എന്നിടത്ത് സമാ ഒന്നുകിൽ ഉപരിഭാഗം അല്ലെങ്കിൽ കാർമേഘം. ഭാഷയിൽ ഉപരിഭാഗത്തിന് സമ എന്ന് പ്രയോഗിക്കും. ഭാഷാ നിഘണ്ടുക്കളിൽ കാണാം സുമ്മിയ സമാഅൻ ലിഅന്ന കുല്ലമാ അലാക ഫഅദല്ലക ഫഹുവ സമ. നിന്റെ മീതെ നിനക്ക് തണൽ വിരിച്ചതെല്ലാം സമ ആണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ വർണ്ണനയിൽ ഉപമയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, കമസലി ഷജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വൃക്ഷത്തെ പോലെയാണ്. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ കാണ്ഡവും മൂലവും മണ്ണിൽ ഉറച്ചതാണ്. വഫർഉഹാ ഫിസ്സമാ, അതിൻ്റെ ശിഖരങ്ങളും ചില്ലകളുമൊക്കെ സമായിലുമാണ്. സമായിൽ എന്ന് പറഞ്ഞാൽ ഉലുവിൽ, ഉയർച്ചയിൽ. അപ്പോൾ ഉയർച്ച എന്ന അർത്ഥത്തിൽ സമാ പ്രയോഗിക്കും. അതേപോലെ മഴക്ക് തന്നെയും സമാ പ്രയോഗിക്കും. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ പറയാണ്. അവൻ ഏറെ പൊറുക്കുന്നവൻ. അള്ളാഹുവിനോട് പാപമോചനത്തേട്ടം നടത്തിയാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ധാരാളമായിട്ട് അവൻ നിങ്ങൾക്ക് മേൽ സമാഇനെ അയക്കും എന്നാണ്. സമാ എന്ന് പറഞ്ഞാൽ അൽ മത്തർ, മഴയാണ് ഉദ്ദേശം. ഞാനിതൊക്കെ പറഞ്ഞത് ഈ സമാ എന്നതിൻ്റെ ആ പദത്തിൻ്റെ പ്രത്യേകത നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്. കാർമുകിലിന് പറയും, മഴക്ക് പറയും, ഉപരിഭാഗത്തിന് പറയും അസ്സമാ എന്ന്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ. സമായിൽ നിന്ന് നാം ശുദ്ധവും ശുദ്ധിക്ക് ഉപകരിക്കുന്നതുമായ വെള്ളത്തെ ഇറക്കി എന്ന് പറയുമ്പോൾ ഉപരിയിൽ നിന്ന്, കാർമുകിലുകളിൽ നിന്ന് മഴയെ അവതരിപ്പിച്ചു എന്നുള്ളതാണത് അർത്ഥമാക്കുന്നത്, തേടുന്നത്. ഞാനിത് ഇത്രയും പറഞ്ഞത് എന്തിനാണ്? കാർമുകിലുകളിൽ നിന്നല്ല മഴ വരുന്നത്, കാർമുകിലുകൾക്ക് മീതെ നിന്നാണ് മഴ വരുന്നത് എന്ന വാദമുള്ള ചിലരുണ്ട്. ചിലർ അങ്ങനെ ചില തഫ്സീറുകളിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം വാദങ്ങൾ പ്രമാണബദ്ധമല്ല, തെളിവിനൊക്കുന്ന വിഷയവുമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അസ്സമാ എന്ന് ശക്തമായ മേൽക്കൂരയായ ഈ ബ്രഹ്മാണ്ഡപാത്രത്തിൻ്റെ മൂടിയെന്നോണം അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തിമത്തായി നിർമ്മിച്ച ആകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വസ്സമാഅ ബിനാഅ എന്ന് നമ്മൾ ആയത്തിൽ ശ്രവിച്ചതുപോലെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ അസ്സമാ എന്ന് കാർമുകിലിനെക്കുറിച്ചും മഴയെക്കുറിച്ചും ഉപരിഭാഗത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉപരിഭാഗത്തുള്ളതെല്ലാം, ഉപരിയിലുള്ളതെല്ലാം സമ എന്ന് വിശേഷിപ്പിക്കപ്പെടും. അതിനർത്ഥം സമായിൽ നിന്ന് മഴ വരുന്നു എന്നാൽ അസ്സഖ്ഫുൽ മഹ്ഫൂദ് അല്ലെങ്കിൽ അൽ ബിന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഖിലുകൾക്കും ഉപരിയിൽ മേൽക്കൂരയുമായുള്ള സമായിൽ നിന്ന് മഴ വരുന്നു എന്നുള്ളതല്ല ഒരിക്കലും. ഒരു ഹദീസ് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ്. അന്ന് മദീനയിൽ വരൾച്ച വ്യാപകമായി, വറുതി എങ്ങുമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഖുതുബ പറയവെയാണ് വേവലാതിപ്പെട്ട് സങ്കടപ്പെട്ട ഒരാൾ വന്നത്. ഖഹതൽ മതറു വഹ്മറത്തി ഷജറു വഹലകത്തിൽ ബഹായിമു വതഖത്തഅതി സുബുലു എന്നൊക്കെ പറഞ്ഞ് മഴ നിലച്ചു, വൃക്ഷലതാദികൾ ഉണങ്ങി ചുവന്നു, കാലികൾ നശിച്ചു, വഴി നിലച്ചു. ഫദുല്ലാഹ യസ്ഖിയന, അള്ളാഹു മഴ തരാൻ അള്ളാഹുവിനോട് ദുആ ഇരുന്നാലും. ഇതാണ് അയാളുടെ ആവശ്യം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇരു കരങ്ങളെയും മാനത്തേക്ക് ഉയർത്തി അള്ളാഹുവിനോട് യസ്തസ്ഖില്ല, അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി തേടിയത് നമ്മൾ ഹദീസിൽ വായിക്കുന്നത്. അല്ലാഹുമ്മ സ്ഖീന, അല്ലാഹുമ്മ സ്ഖീന, അല്ലാഹുമ്മ സ്ഖീന. അതേപോലെ അല്ലാഹുമ്മ അഗീസ്ന, അല്ലാഹുമ്മ അഗീസ്ന, അല്ലാഹുമ്മ അഗീസ്ന. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ദുആ ചെയ്തു. അല്ലാഹുമ്മ സ്ഖീന ഗൈസൻ മുഗീസ മരീഅൻ മരീഅ തബഖൻ നാഫിഅൻ ഗൈറ ദാർ ആജിലൻ ഗൈറ ആജിൽ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദുആ വചനങ്ങൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാനത്തേക്ക് കൈയുയർത്തിയ സമയത്തെക്കുറിച്ച് സഹാബികൾ പറയുന്നത് വമാ നറാ ഫിസ്സമാഇ ഖസഅതൻ, സമായിൽ ഞങ്ങൾ ഒരു ഖസഅയെയും കണ്ടില്ല എന്നാണ്. ഖസഅ എന്ന് പറഞ്ഞെങ്കിൽ മേഘക്കീറുകൾ ഒന്നും കണ്ടില്ല എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതിന് ശേഷം സഹാബികൾ പറയുന്നത് ഫവല്ലദീ നഫ്സി ബിയദിഹി
മാ വദഅഹ ഹത്താ സാറ സഹാബു അംസാലൽ ജിബാൽ എന്നാണ്. തിരുനബി ഉയർത്തിയ കൈകളെ താഴ്ത്തിയില്ല, അപ്പോഴത്തേക്ക് സാറ സഹാബു അംസാലൽ ജിബാൽ, പർവ്വതങ്ങൾക്ക് സമാനം കാർമേഘങ്ങൾ ഇരച്ചു വന്നു എന്നാണ്. സുമലം യൻസിൽ അം മിംബരിഹി ഹത്താ റഅയ്തുൽ മതറ യതഹാദറു അലാ ലിഹിയതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഇറങ്ങുമ്പോൾ മഴ തിരുനബിയുടെ താടിയിലൂടെ ഒലിച്ചിറങ്ങുന്നത് കണ്ടു എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങളിവിടെ, മഴ എവിടെ നിന്നാണ് വരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ എവിടെ നിന്നാണ് അവതരിപ്പിക്കുന്നത്? സമായിൽ ഒരു ഖസഅത്തിനെയും കണ്ടില്ല എന്ന്, ഒരു മേഘക്കീറിനെയും കണ്ടില്ല എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആക്ക് കൈ ഉയർത്തുമ്പോൾ, പക്ഷെ കൈ താഴ്ത്തുമ്പോഴത്തേക്ക് സഹാബ് മേഘം അംസാലൽ ജിബാൽ, പർവ്വതങ്ങൾക്ക് സമാനമായി വന്നു, പിന്നെ അത് മഴയായി പെയ്തു എന്നാണ്. അപ്പം മഴ പെയ്യുന്നത് എവിടെ നിന്നാണ്? കാർമുഖലുകളിൽ നിന്നാണ്. ഈ സംഭവത്തിൽ തന്നെ ഈ മഴ ഓരോ ദിനവും തുടർന്നു എന്നാണ്. അവിടെ പെയ്ത മഴ, അപ്പോൾ പെയ്ത മഴ, മുതിർന യൗമന ദാലിക് വമിനൽ ഗദ് വബഅദൽ ഗദ് വല്ലദി യലീഹി ഹത്തൽ ജുമുഅത്തൽ ഉഖ്റ എന്നാണ്. അന്നും പിറ്റേനാളും അതിൻ്റെ പിറ്റേന്നും അടുത്ത വെള്ളിയാഴ്ച വരെ ആ മഴ തുടർന്നു എന്നാണ്. വല്ലാഹി മാ റഅയ്ന ശംസ സിത്തൻ, 6 ദിവസം ഞങ്ങൾ സൂര്യനെ കണ്ടില്ല എന്നാണ്. അങ്ങനെ മാനത്ത് മുകിലുകൾ, കാർമേഘങ്ങൾ കുമിഞ്ഞുകൂടി എന്നാണ്. അപ്പോൾ ഈ കാർമുകിലുകളിൽ നിന്നാണ് മഴ പെയ്തത്. അതാണ് ഇതിൻ്റെ വിഷയം. അങ്ങനെ മഴ കാരണത്താൽ തഹദ്ദമത്തിൽ ബുയൂത്തു, വീടുകൾ പൊളിഞ്ഞു വീണു. വതഖത്തഅതി സുബുലു, വഴികൾ മുടങ്ങി. വഹലകത്തിൽ മവാശി, കാലികൾ ഒടുങ്ങി. ഇതൊക്കെ നമ്മൾ വായിക്കണില്ലേ? മഴ നിലക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ദുആ ചെയ്തത് വായിക്കുന്നു. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന എന്നൊക്കെ ചൊല്ലി. അല്ലാഹുമ്മ അലാ റുഊസിൽ ജിബാലി വൽ ആകാം വബുതൂനിൽ ഔദിയത്തി വമനാബിത്തി ഷജർ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ മാറാൻ, മദീനയിൽ നിന്ന് മഴ മാറാൻ വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ സഹാബികൾ പറയാണ്, ഫമാ യുശീറു ബിയദിഹി ഇലാ നാഹിയത്തി മിനസ് സഹാബി ഇല്ലം ഫറജത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാർമുകിലുകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ആ കാർമുകിലുകളൊക്കെ വഴിമാറുകയാണ്. ഫജഅല സഹാബു യതസദ്ദഉ അനിൽ മദീനത്തി യമീനം വശിമാല എന്നാണ്. മദീനയിൽ നിന്ന് കാർമേഘങ്ങൾ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും വേറിട്ട് നിന്നു എന്നാണ്. ഫഞ്ചാബത്ത് അനിൽ മദീനത്തി ഇൻജിയാബസിയാബ് എന്നാണ്. വസ്ത്രമുരിയുന്നത് പോലെ മദീനയിൽ നിന്ന് കാർമേഘങ്ങൾ മാറി നിന്നു എന്നാണ്. അപ്പോൾ എവിടെ നിന്നാണ് മഴ വരുന്നത്? മഴ വരുന്നത് സമായിൽ നിന്നാണ്. എന്താണ് സമാ? ഉപരിയിൽ കാർമുകിലുകളാണ്. ഇവിടെ ഈ ഹദീസിൻ്റെ പ്രയോഗങ്ങൾ നോക്കൂ നിങ്ങൾ. എന്നിട്ടും ചിലർ മഴയുടെ വിഷയത്തിൽ, മഴ ഇറങ്ങുന്ന വിഷയത്തിൽ ചില അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നു, തെറ്റായ വിശ്വാസങ്ങൾ പുലർത്തുന്നു എന്നുള്ളതാണ്. അത് പല തഫ്സീറുകളും എടുത്തുദ്ധരിച്ച് ഇങ്ങനെ ആ വിഷയത്തിൽ വിശദീകരണം നൽകിയ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഏതായാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാഇൻ എന്ന്. സമായിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്? അത് മിമ്മാഇൻ, വെള്ളമാകുന്നു, മഴയാകുന്നു. എങ്ങനെയാണ് ആ ദൃഷ്ടാന്തം? അതെങ്ങനെ എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ചില വിഷയങ്ങൾ നമ്മൾ അനുസ്മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിയിൽ നിന്ന്, കാർമുകിലുകളിൽ നിന്ന് മഴ വർഷിപ്പിക്കുമ്പോൾ അതിലെ ദൃഷ്ടാന്തം എങ്ങനെയാണ് നമ്മൾ വായിക്കുക, അതെങ്ങനെയാണ് നമുക്ക് ബോധിക്കുക എന്നതുമായി ബന്ധപ്പെട്ട്. ഫല്യൻദുറിൽ ഇൻസാനു ഇലാ ത്വആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബ സുമ്മ ശഖഖ്നൽ അർദ ശഖ്ഖ. ഇവിടെ അന്നാ സബബ്നൽ മാഅ സബ്ബ, തീർച്ചയായും നാം വെള്ളത്തെ ചൊരിയുന്നു. സബ്ബൻ, ഒരു പ്രത്യേക രീതിയിലുള്ള ചൊരിയൽ. സുമ്മ ശഖഖ്നൽ അർദ ശഖ്ഖ, പിന്നീട് നാം ഭൂമിയെ പ്രത്യേകം പിളർത്തുന്നു. ഫഅംബത്നാ ഫീഹാ ഹബ്ബ വഇനബൻ വഖദ്ബ വസൈതൂനൻ വനഖ്ല വഹദായിക ഗുൽബ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സസ്യലതാദികളെയും ഫലങ്ങളെയും പഴങ്ങളെയും ധാന്യങ്ങളെയും ഒക്കെ മുളപ്പിക്കുന്ന വിഷയം അനുസ്മരിക്കുകയാണ്. ഇവിടെ അന്ന സബബിനൽ മാഅ സബ്ബ, അന്ന എന്നുള്ളിടത്ത് 2 ഖിറാഅത്ത്, തീർച്ചയായും നാം എന്നും പിന്നെ അന്ന എന്ന് പറഞ്ഞാൽ കൈഫ്, എങ്ങനെ എന്നും അർത്ഥം വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളം ചൊരിഞ്ഞു നൽകുന്നത് പ്രത്യേക രീതിയിലുള്ള കനിയലാണ്, ചൊരിയലാണ് എന്നതാണ് ഈ സബ്ബൻ എന്ന മസ്ദർ വ്യാകരണത്തിൽ മഫ്ഊലുൽ മുത്ലഖ് എന്ന് പറയും. അത് പ്രയോഗിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ചില തഫ്സീറുകളെ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. കാർമുകിലുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ അവതരിപ്പിക്കുമ്പോൾ
ഒന്നായിട്ടൊരു ജലപ്രവാഹമല്ല കാർമുകിലുകളിൽ നിന്ന് ഭൂമിക്കുപരിയിലേക്ക് വരുന്നത്. അണ പൊട്ടിയതുപോലെ, അണക്കെട്ടുകൾ തകർന്നാലുള്ള പ്രവാഹം പോലെ ജലപ്രവാഹം കാർമുകിലുകളിൽ നിന്നുണ്ടായാൽ എന്തായിരിക്കും ഭൂമിയിലെ അവസ്ഥ? ഈ ഭൂമിയിലെ ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളമെല്ലാം ആഴിയിലും ആറിലും പുഴയിലും കനാലിലും അരുവിയിലും ഒക്കെയുള്ള വെള്ളം മഴയായി അവതരിപ്പിച്ച വെള്ളമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാർമുകിലേറ്റിയ ഈ വെള്ളമെല്ലാം ഒന്നിച്ച് ഭൂമിയിലേക്ക് ചൊരിയുന്നില്ല. പ്രത്യുത അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മഴയാക്കി കനിയുകയാണ്. അറബി ഭാഷയിൽ മഴയുടെ പേരുകൾ നമ്മൾ വായിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ കനിയുന്നതിലെ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനാകും. അസാലുബി, പ്രമുഖ ഭാഷാ പണ്ഡിതൻ, വ്യാകരണ പണ്ഡിതൻ, തഫ്സീർ പണ്ഡിതൻ ഒക്കെയാണ് അസാലുബി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹുൽ ലുഗ എന്ന കിതാബിൽ മഴയെക്കുറിച്ച് വാചാലമാകുന്നുണ്ട്. അതിൻ്റെ പേരുകളുടെയും വിശേഷണങ്ങളുടെയും വിഷയം പറഞ്ഞ്, ഇദാ അഹ്യൽ അർദ ബഅദ മൗതിഹാ ഫഹുവൽ ഹയാഉ, നിർജീവമായ മണ്ണിനെ മഴ സജീവമാക്കിയാൽ ആ മഴക്ക് ഹയാ എന്ന് പറയും. ഫഇദാ ജാഅ അഖീബൽ മഹ്ലി ഔ ഇൻദൽ ഹാജതി ഇലൈഹി ഫഹുവൽ ഗൈസു, വരൾച്ചക്കും അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോഴും അതിനെ തുടർന്ന് മഴ വന്നാൽ അതിന് ഗൈസ് എന്ന് പറയും. ഫഇദാ ദാമ മഅ സുകൂനിൻ, ശാന്തമായി മഴ തുടർന്നാൽ ആ മഴക്ക് ദീമത്ത് ഫഹുവ ദീമത്തു, അതിന് ദീമത്ത് എന്ന് പറയും. വദ്ദർബു ഫൗക ദാലിക ഖലീലൻ, ശാന്തത വിട്ട് അല്പം രൂക്ഷതയിലാണ് മഴ തുടരുന്നത് എങ്കിൽ അതിന് ദർബ് എന്ന് പറയും. വൽ ഹത്ലു ഫൗഖഹു, ഒന്നുകൂടി മഴ തീവ്രമായാൽ അതിന് ഹത്ൽ എന്ന് പറയും. ഫഇദാ സാദ ഫഹുവൽ ഹതലാനു വത്തഹ്താനു, ഊക്കുകൂടി മഴ തുടർന്നാൽ അതിന് ഹതലാൻ തഹ്താൻ എന്ന് പറയും. ഫഇദാ കാനൽ ഖത്റു സിഗാറൻ കഅന്നഹു ശദ്റുൻ ഫഹുവൽ ഖിത്ഖിതു, മഴത്തുള്ളി ചെറുതും അത് നേർത്തതുമാണ് എങ്കിൽ അതിന് ഖിത്ഖിത് എന്ന് പറയും അത്തരം മഴക്ക്. ഫഇദാ കാനത് മത്രതൻ ദഈഫതൻ ഫഹിയ റിഹ്മതു, നേർത്ത മഴയാണ് എങ്കിൽ അതിന് റിഹ്മത്ത് എന്ന് പറയും. ഫഇദാ കാനത് ലൈസത് ബിൽ കസീറതി, മഴ കൂടുതലല്ല എങ്കിൽ ഫഹിയൽ ഗബിയത്തു വൽ ഹശകത്തു വൽ ഹഫ്ശത്തു, ഗബിയത്ത്, ഹശകത്ത്, ഹഫ്ശത്ത് എന്നൊക്കെ മഴക്ക് പറയും. ഫഇദാ കാനത് ദഈഫതൻ യസീറതൻ ഫഹിയ ദഹാബു വൽ ഹമീമ, നേരിയതും കുറച്ചും മഴയാണ് എങ്കിൽ അതിന് ദിഹാബ് അല്ലെങ്കിൽ ഹമീമ എന്ന് പറയും. ഫഇദാ കാനൽ മത്റു മുസ്തമിറൻ ഫഹുവൽ വദ്ഖു, തുടർച്ചയായുള്ള മഴ അതാണ് അൽ വദ്ഖു എന്നത്. ഫഇദാ കാന ദഖ്മൽ ഖത്രി ശദീദൽ വഖഇ ഫഹുവൽ വാബിലു, കടുത്ത തുള്ളികളാണ്, ശക്തമായ പെയ്ത്താണ് എങ്കിൽ അതിന് വാബിൽ എന്ന് പറയും. ഇങ്ങനെ തുടങ്ങി മഴയുടെ പ്രത്യേകതയെ പരിഗണിച്ച് പല പേരുകൾ, പല വിശേഷണങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. ഭാഷാ നിഘണ്ടുക്കളിൽ ഇതുപോലെ മഴയുടെ പേരുകൾ, വിശേഷണങ്ങൾ, പ്രത്യേകതകൾ പലതെണ്ണിയത് വിശാലമായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. ഞാനത് എന്തിനാണ് ഇവിടെ അനുസ്മരിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാനത്ത് നിന്ന് മഴ വർഷിപ്പിച്ചതിലെ ദൃഷ്ടാന്തങ്ങൾ, അതാണ് നമ്മുടെ വിഷയം. ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ് വിഷയം. ആ ദൃഷ്ടാന്തങ്ങൾ അതെങ്ങനെയാണ്, അത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം മാത്രം. മഴ ഇറങ്ങുന്നതിൽ ദൃഷ്ടാന്തങ്ങൾ പലതാണ്. പലതിലേക്കും നമ്മൾ സൂചന പറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ. ഇവിടെ ഈ ആയത്തിൻ്റെ തഫ്സീർ നമ്മൾ തുടർത്തുമ്പോൾ അസ്സമാ എന്ന പ്രയോഗം ഇവിടെ വന്നു. തുടക്കത്തിൽ അസ്സമാവാത്ത് എന്ന പ്രയോഗവും വന്നു. സമാഇൻ്റെ ബഹുവചനമാണ് അസ്സമാവാത്ത്. ആയത്തിൻ്റെ കോർവയിൽ തുടക്കത്തിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവിടെ അസ്സമാവാത്ത് എന്ന് പറഞ്ഞു. ആ തുടർച്ചയിൽ ദൃഷ്ടാന്തങ്ങളെ എണ്ണി വരവെ നമ്മൾ ഓതി വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാഇൻ എന്ന്. ഇവിടെ മിനസ്സമാ എന്നും വന്നു. തുടക്കത്തിൽ അസ്സമാവാത്ത് എന്ന് പറഞ്ഞു, പിന്നീട് ഇവിടെ അസ്സമാ എന്ന് പറഞ്ഞു. അസ്സമാ എന്നുള്ളത് ഏകവചനമാണ്. തുടക്കത്തിൽ പറഞ്ഞ അസ്സമാവാത്ത് എന്നത് ബഹുവചനവുമാണ്. ഇങ്ങനെ ഏകവചനവും ബഹുവചനവും വിശുദ്ധ ഖുർആനിൽ പ്രയോഗം വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുവചനം പ്രയോഗിച്ചിടത്തും അതേപോലെ ഏകവചനം പ്രയോഗിച്ചിടത്തും എന്താണ് പ്രയോഗത്തിൻ്റെ പ്രത്യേകത? അതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയങ്ങൾ എന്ത്? ചില പ്രാമാണികർ ഈ ഒരു പ്രത്യേകതയെ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ അതുകൂടിയാണ് ഈ തുടർച്ചയിൽ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ ആയത്തിൽ വന്നതുപോലെ തുടക്കത്തിൽ സമാവാത്ത് എന്ന ബഹുവചനം
തുടർന്ന് സമ എന്ന ഏകവചനം പല വചനങ്ങളിൽ വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. സൂറത്തുൽ ബഖറയിലെ ഈ വചനത്തിൽ നമ്മൾ അത് ശ്രവിച്ചു. മറ്റൊരു വചനം സൂറത്ത് ഇബ്രാഹിമിൽ 32-ാം വചനം, അല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർള വഅൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്ത്. ഇവിടെ തുടക്കത്തിൽ ഖലഖസ്സമാവാത്ത്, തുടർന്ന് പിന്നീട് വഅൻസല മിനസ്സമാ, ബഹുവചനവും ഏകവചനവും. സൂറത്ത് നംലിൻ്റെ 60-ൽ അമ്മൻ ഖലഖസ്സമാവാതി വൽ അർള വഅൻസല ലക്കും മിനസ്സമാഇ മാഅ, തുടക്കത്തിൽ ഖലഖസ്സമാവാത്ത്, പിന്നീട് മിനസ്സമാ, ബഹുവചനവും ഇവിടെ ഏകവചനവും. ലുഖ്മാനിലെ 10-ാമത്തെ വചനം, ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ. ഇവിടെ തുടക്കത്തിൽ ഖലഖസ്സമാവാതി, അവിടെ ബഹുവചനം, വഅൻസൽനാ മിനസ്സമാ എന്നിടത്ത് ഏകവചനം. ഇതേപോലെ വേറെയും വചനങ്ങൾ. ഹദീദിൽ 4-ാമത്തെ വചനം, ഹുവല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ സ്തവാ അലൽ അർശി യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ്സമാഇ വമാ യഅ്റുജു ഫീഹാ. തുടക്കത്തിൽ ഖലഖസ്സമാവാത്, പിന്നീട് ഇവിടെ വമാ യൻസിലു മിനസ്സമാ, ഏകവചനം. ഇത് സമാവാത്ത് എന്ന ബഹുവചനവും സമ എന്ന ഏകവചനവും ഒരേ വചനത്തിൽ, ബഹുവചനം ആദ്യത്തിലും ഏകവചനം പിന്നീടും വന്ന ആയത്തുകളാണ്. വിശുദ്ധ ഖുർആനിൽ സമാവാത്ത് പ്രയോഗം വന്ന മറ്റു വചനങ്ങളുണ്ട്. അവിടെ സമാവാത്ത് എന്നേ പ്രയോഗമുള്ളൂ. തുടർന്ന് അസ്സമ എന്നുള്ള ഏകവചനം ഈ കേട്ട വചനങ്ങളിൽ പോലെ വന്നിട്ടില്ല. ഉദാഹരണത്തിന്, ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്. അതേപോലെ അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, അവിടെ ഗൈബുസ് സമാവാത്ത്, ഇവിടെ മുൽക്കുസ് സമാവാത്ത്. അതേപോലെ വഖാലു ഇത്തഖദല്ലാഹു വലദ ബല്ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് ബല്ലഹു മാ ഫിസ് സമാവാത്ത്. ഇതേപോലെ ബദീഉസ് സമാവാതി വൽ അർദ്, ബദീഉസ് സമാവാത്ത്. നമ്മളുടെ ഈ ആയത്തിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാത്ത്, ആയത്തുൽ കുർസിയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അതിന്റെ തുടർച്ചയിൽ തന്നെ വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, 2 തവണ സമാവാത്ത് എന്നാണ് വന്നത് ആയത്തുൽ കുർസിയിൽ. അപ്പോൾ ഈ വചനങ്ങൾ ഇവിടെ സമാവാത്ത് എന്ന ബഹുവചന രൂപങ്ങൾ മാത്രമാണ് വന്നത്. എന്നാൽ ഏകവചനം അസ്സമാ എന്ന് മാത്രം വന്ന വചനങ്ങളുണ്ട്. സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചു പോയി, ഔ കസ്വയ്യിബിൻ മിനസ്സമാഇ ഫീഹി ദുലുമാതുൻ വറഅദുൻ വബർഖ്. അതേപോലെ ഫഅൻസൽനാ അലല്ലദീന ളലമു റിജ്സൻ മിനസ്സമാ യസ്അലുക അഹ്ലുൽ കിതാബി അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ്സമാ ഹൽ യസ്തതിഉ റബ്ബുക അൻ യുനസ്സില അലൈനാ മാഇദതൻ മിനസ്സമാ. ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അസ്സമാ എന്ന് ഏകവചനം പ്രയോഗിക്കപ്പെട്ട വചനങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. ഇവിടുത്തെ വിഷയം അസ്സമാവാത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച സന്ദർഭങ്ങൾ നോക്കൂ നിങ്ങൾ. അതേപോലെ അസ്സമാ എന്ന ഏകവചനം വന്ന ആ സന്ദർഭങ്ങളും നോക്കൂ. അള്ളാഹുവിൻ്റെ കഴിവിനെയും സൃഷ്ടിപ്പിനെയും അറിവിനെയും, അറിവിൻ്റെ വൈപുല്യം വിശാലത, കഴിവിൻ്റെ വൈപുല്യം വിശാലത, സൃഷ്ടിപ്പിൻ്റെയും ഉടമസ്ഥതയുടെയും വൈപുല്യം വിശാലത, ഇതാണ് അസ്സമാവാത്ത് പ്രയോഗിക്കപ്പെട്ടയിടത്ത് നമ്മൾ വായിക്കുന്ന വിഷയം. വാനങ്ങളുടെ സൃഷ്ടിപ്പ്, അതിന് അള്ളാഹുവിൻ്റെ കഴിവ്, ആ കഴിവിൻ്റെ വലുപ്പം, മഹത്വം. അതേപോലെ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വലിപ്പം, ലഹു ഗൈബുസ് സമാവാത്ത് യഅലമു മാ ഫിസ് സമാവാത്ത്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പ്, ഉടമസ്ഥത, അതിൻ്റെ വലിപ്പം, ലഹു മാ ഫിസ് സമാവാത്ത് ഫീ ഖൽഖിസ് സമാവാത്ത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കെൽപ്പിനെ, അറിവിനെ, സൃഷ്ടിപ്പിനെ ഒക്കെ അറിയിക്കുവാനാണ് ഈ സമാവാത്ത് എന്നുള്ള ബഹുവചനങ്ങളുടെ പ്രയോഗം വന്നിടത്ത് വചനങ്ങൾ ഉള്ളത്. എന്നാൽ അസ്സമാ എന്ന് ഏകവചനം വന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കയറുന്ന, അള്ളാഹുവിൽ നിന്ന് അവതീർണമാകുന്ന, ആ അവതീർണമാകുന്നത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അവതീർണമാകുന്നത് എന്തെങ്കിലും ആശയങ്ങളും ആദർശങ്ങളുമാകട്ടെ, അതല്ല എന്തെങ്കിലും വസ്തുക്കളും ദ്രവ്യങ്ങളുമാകട്ടെ, ഇതൊക്കെയാണ് വിഷയം. ഇപ്പോൾ ഇവിടെ ഈ വചനത്തിൽ
ഇന്ന ഫി ഖൽഖി സമാവാത്ത് എന്ന് പറഞ്ഞതുപോലെ സമാവാത്ത് ബഹുവചനമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, അതിൻ്റെ മഹാത്മ്യം, അതിൻ്റെ വൈപുല്യം അതിനെ അറിയിക്കും ഇതാണ് പ്രയോഗം. എന്നാൽ തുടർന്ന് സമാ വന്നു. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ, സമായിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ച വെള്ളം കണ്ട, സമായിൽ നിന്ന് അവതരിപ്പിച്ചത്. അതേപോലെ കിതാബ മിനസ് സമാ, ആകാശത്തിൽ നിന്നൊരു കിതാബിനെ അവതരിപ്പിക്കുന്നത്. മാഇദത മിനസ് സമാ, സമായിൽ നിന്ന് ഒരു മാഇദയെ, ഭക്ഷണ തളികയെ അവതരിപ്പിക്കുന്നത്. സുല്ലമൻ ഫിസ്സമാ, ആകാശത്തിലേക്കൊരു ഏണി നിശ്ചയിക്കുന്ന വിഷയം. വമാ യൻസിലു മിനസ്സമാ, ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതെല്ലാം. വമാ യഅറുജു ഫീഹ, ആകാശത്തിലേക്ക് കയറുന്നതെല്ലാം. നോക്കൂ നിങ്ങൾ, ഈ രണ്ട് പ്രയോഗവും വിശുദ്ധ ഖുർആനിൽ വന്നപ്പോൾ അത് പ്രയോഗിച്ചതിലെ വിഷയങ്ങളിലെ വ്യത്യാസങ്ങൾ, ഈ ഒരു സൂക്ഷ്മ വായന പണ്ഡിതന്മാർ നമ്മുടെ ഈ വചനം പോലുള്ളതായ വചനങ്ങളിൽ നടത്തിയത് വായിക്കാനും പഠിക്കാനും സാധിച്ചതിനാൽ അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവന്നു എന്ന്. നമ്മുടെ ഈ ഒരു വചനം, ഈ ഒരു ബഹുവചനം അസ്സമാവാത്ത് എന്നതിനെയും ഇപ്പോൾ നമ്മൾ പഠിച്ച അസ്സമ എന്ന ഏകവചനം അതിനെയും ഉൾക്കൊണ്ടതിനാൽ ഈ ഒരു പഠനം ഇവിടെ ഒന്ന് ഉണർത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിൻ മാഇൻ എന്ന് പറഞ്ഞ് ഇനി തുടർത്തുന്നത് മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ എന്നാണ്. ഭൂമി ജീവനറ്റതിൽ പിന്നെ എങ്ങനെയാണ് അത് ജീവസുറ്റതായി മാറുന്നത്? അതാണല്ലോ ഇവിടുത്തെ വിഷയം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് തുടർന്ന് പഠിക്കാം, ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.